ക്രിസ്മസ് ഓർമ്മകൾ. ഡിസംബർ നോമ്പിനോടനുബന്ധിച്ച് 25 ദിവസവും രാവിലെ പള്ളിയിൽ കുർബാനയ്ക്ക് വരുന്നവർക്ക് പ്രത്യേക സമ്മാനമുണ്ട്. സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഒരു വർഷം പോലും ഞാൻ ആ പതിവ് മുടക്കിയതായി ഓർക്കുന്നില്ല. രാവിലെ നേരത്തെ എണീറ്റ് യാതൊരു മടിയും കൂടാതെ പള്ളിയിൽ പോകും. പ്രഭാതത്തിലെ മഞ്ഞും തണുപ്പും മറികടക്കുന്നതിനായി കയ്യിലിരിക്കുന്ന ഷോള് കൊണ്ട് തലയാകെ മൂടി മിച്ചമുള്ളതിനകത്ത് കയ്യും തിരികെ കയറ്റി ഒരു പോക്കാണ്. കുർബാനയ്ക്ക് ശേഷം ഹാജർ കൃത്യമായി കൊടുത്ത് തിരികെ വീട്ടിലേക്ക്. പള്ളിയിൽ നിന്നും വീട്ടിലേക്ക് 5 മിനിറ്റ് ദൂരമേ ഉള്ളൂ. ചുറ്റുവട്ടത്തുള്ള കുട്ടികൾ മിക്കവരും 25 നോമ്പിൽ കുർബാനയ്ക്ക് വരുന്നവരാണ്. കൂട്ടുകാർ സംഘം ചേർന്ന് പള്ളിയിൽ നിന്നും തിരികെ പോരുമ്പോൾ കൂട്ടിനെത്തുന്ന കാറ്റിനെ അതേ വേഗത്തിൽ ഓടിത്തന്നെയാണ് വരവേൽക്കാറ്. കാറ്റിനൊപ്പം ഓടുമ്പോൾ കാതുകളിൽ പതിയുന്നൊരു ശബ്ദം വർഷങ്ങൾക്കിപ്പുറം ഇന്നും എൻ്റെ കാതുകളിൽ മുഴങ്ങുന്നു. പ്രഭാതങ്ങളിലെ മഞ്ഞും തണുപ്പും ഇടയ്ക്കിടയ്ക്കുള്ള കാറ്റും തെളിഞ്ഞ ആകാശവും കൊണ്ട് പ്രകൃതി കനിഞ്ഞനുഗ്രഹിച്ചൊരു മാസമാണ് ഡിസംബർ. ക്രിസ്തുമസ് പരീക്ഷയൊക്കെ കഴിഞ്ഞ് 23-ാം തീയതിയാണ് വീട്ടിൽ നക്ഷത്രം തൂക്കുക. പപ്പയുടെ നേതൃത്വത്തിലാണ് എല്ലാ വർഷവും നക്ഷത്രമിടിയിലും ക്രിസ്മസ് ട്രീ ഒരുക്കലും നടക്കുന്നത്. വീടിന് ഏറ്റവും മുകളിലായി നക്ഷത്രം തെളിഞ്ഞു നിൽക്കണം. അതിനായി ടെറസിൽ ഒരു തോട്ടി ചാരി വെച്ച് അതിൻ്റെ അറ്റത്ത് നക്ഷത്രം കെട്ടിയിടും. നല്ല പ്രകാശമുള്ള ബൾബിട്ട് അത് തെളിയിക്കുന്നതോടുകൂടി ആ വർഷത്തെ ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് തുടക്കമാവും. പിന്നീട് ട്രീ ഒരുക്കലാണ്. മുൻവശത്ത് മുറ്റത്ത് തന്നെ നിൽക്കുന്ന ബോട്ടിൽ ബ്രഷ് മരമാണ് എല്ലാ വർഷവും അതിനായി സമർപ്പിക്കപ്പെട്ടിരിക്കുന്നത്. നീലയും പച്ചയും മഞ്ഞയും ചുവപ്പും വർണ്ണക്കടലാസുകൾ വാങ്ങി ബൾബുകൾ അതിൽ പൊതിഞ്ഞാണ് പല വർണ്ണങ്ങളിലുള്ള ലൈറ്റുകൾ ട്രീയിലിടുന്നത്. ബലൂണുകൾ ഊതി വീർപ്പിച്ച് നൂലുകൊണ്ട് കെട്ടി അവിടെ എവിടെയായി കെട്ടിയിടും. ആ നക്ഷത്രവും ക്രിസ്മസ് ട്രീയും പരത്തുന്ന പ്രകാശം തെളിയിക്കുന്നത് അത് കാണുന്നവരുടെ മനസ്സിനെ കൂടിയാണ്. ഏറ്റവും കാത്തിരിക്കുന്ന ഒരു ദിവസമാണ് ഡിസംബർ 24. അന്ന് രാവിലെ പള്ളിയിൽ കഴിഞ്ഞു വന്നാലുടൻ പല പല പരിപാടികളിലായി തിരക്കാവും. തലേ ദിവസം തൂക്കിയ നക്ഷത്രവും ഒരുക്കിയ ട്രീയുമെല്ലാം ആദ്യം കാണുന്നത് പോലെ കണ്ടു നിൽക്കും. നോമ്പ് വീടലിലേക്കായി പപ്പ വാങ്ങി വന്ന ഇറച്ചിയും മീനും ഒക്കെ കാണും. കവറിലിരിക്കുന്ന ഇറച്ചിയും മീനുമെല്ലാം പിറ്റേന്ന് കഴിക്കാൻ പരുവത്തിന് പാത്രങ്ങളിൽ എത്തുന്നതുവരെ അമ്മ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകളൊന്നും അറിയാതിരുന്നൊരു കാലം. പാതിരാ കുർബാനയ്ക്കുള്ള പാട്ടിൻ്റെ റിഹേഴ്സലിനായി ഇടയ്ക്ക് പള്ളിയിൽ പോകും. വലിയ ചേട്ടന്മാരുടെ നേതൃത്വത്തിൽ ഒരുക്കുന്ന പള്ളിയിലെ പുൽക്കൂട് നിർമ്മാണമൊക്കെ കണ്ട് കുറേ നേരം അവിടെ നിൽക്കും. തിരികെ വീട്ടിലെത്തി രാത്രി പൊട്ടിക്കാനായി മേടിച്ചു വെച്ചിരിക്കുന്ന പടക്കം, കമ്പിത്തിരി, പൂത്തിരി, ചക്രം എന്നിവയുടെയൊക്കെ കണക്കെടുക്കും. ഓരോരുത്തർക്കും എത്ര വീതം കമ്പിത്തിരി കിട്ടും എന്നതൊക്കെ ആദ്യം തന്നെ കണക്ക് കൂട്ടി വയ്ക്കും. സന്ധ്യാസമയത്ത് അടുത്തുള്ള വീടുകളിൽ നിന്ന് പടക്കങ്ങൾ 1ഉം 2ഉമായി പൊട്ടിത്തുടങ്ങുമ്പോൾ ഞങ്ങളും തയ്യാറാവുകയായി വീട്ടിലെ ആഘോഷങ്ങൾക്കായി. ഓലപ്പടക്കം കാണുന്നതേ പേടിയായതുകൊണ്ടും സാഹസികത അത്രയ്ക്ക് ആവശ്യമില്ലാത്തതുകൊണ്ടും ബീഡിപ്പടക്കങ്ങളാണ് മിക്കവാറും വാങ്ങുക. മുറ്റത്തുള്ള മതിലിൽ അതിലൊരെണ്ണം കൊണ്ടുപോയി വെച്ച് തിരികൊളുത്തി ഓടി മാറുന്ന പപ്പയും മതിലിനടുത്ത് എത്തും മുമ്പേ 100 തിരികെ ഓടുന്ന ഒരു വാനരപ്പടയും. ഓടുന്ന ഓട്ടത്തിനിടയിൽ കണ്ണും ചെവിയും ഒന്നും പൊത്താൻ മറക്കാറില്ല. പടക്കം തീരുന്നതോടുകൂടി സ്റ്റോറിൽ കയറി ഒളിച്ച 2ാമത്തെ ചേച്ചി ഉൾപ്പെടെ എല്ലാവരും ഉത്സാഹത്തോടെ രംഗത്തെത്തുകയായി. ചക്രം, പൂവ്, കമ്പിത്തിരി തുടങ്ങിയതൊക്കെ എത്ര കണ്ടാലും മതി വരില്ല. അങ്ങനെ ഞങ്ങളാലാവും വിധം പ്രകാശമാനമാക്കിയൊരു രാത്രി. അന്ന് നേരത്തെ പോയി കിടന്ന് ഉറങ്ങാനൊക്കെ വലിയ മടിയാണ്. കുറച്ചെങ്കിലും ഉറങ്ങിയിട്ട് പാതിരാ കുർബാനയ്ക്ക് പോകണം എന്നത് വീട്ടിലെ നിർബന്ധവുമാണ്. കുറച്ചു നേരം കിടന്നുറങ്ങി സമയമാകുമ്പോൾ റെഡിയായി ഓർഗനും തൂക്കി പോവുകയായി പള്ളിയിലേക്ക്. പോകുന്ന വഴിക്ക് ഓരോ വീടുകളിലും തൂക്കിയിരിക്കുന്ന നക്ഷത്രവും ക്രിസ്മസ് ട്രീയും ഒക്കെ കണ്ട് ആസ്വദിച്ച് മതിമറന്ന് പള്ളിയിലെത്തും. എന്നും ക്രിസ്മസ് ആയിരുന്നെങ്കിൽ എന്നാശിച്ചു പോകുന്ന അലങ്കാരങ്ങളാണ് അപ്പോൾ പള്ളിയിൽ ഉണ്ടാവുക. ചുറ്റോട് ചുറ്റും വലുതും ചെറുതുമായ നക്ഷത്രങ്ങൾ, വലിയൊരു ക്രിസ്മസ് ട്രീയും നിറയെ സമ്മാന പൊതികളും. 2000 വർഷങ്ങൾക്ക് മുമ്പ് പിറന്ന ഉണ്ണിയേശു ആ രാത്രിയിൽ ഒന്നുകൂടെ പിറന്നു
എന്ന പ്രതീതി ഉണർത്തുന്ന ഒരു പുൽക്കൂട്. അങ്ങനെ തിരുക്കുടുംബവും മാലാഖമാരും ആട്ടിടയന്മാരും ഏറ്റവും മുകളിൽ കത്തിജ്വലിച്ച് നിൽക്കുന്നൊരു നക്ഷത്രവുമെല്ലാം ചേർന്ന് നിമിഷ നേരത്തേക്ക് നമ്മെ മറ്റൊരു ലോകത്തേക്ക് കൊണ്ടുപോകും. എവിടെയും ഹല്ലേലൂയ ഗീതങ്ങൾ. കാണുന്നവർ സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും ആശംസകൾ കൈമാറി പാതിരാ കുർബാനയ്ക്ക് ശേഷം തിരികെ വീടുകളിലേക്ക്. പാതിരാ കുർബാനയ്ക്ക് പാട്ടൊക്കെ പാടി തിരികെ വീട്ടിലെത്തിയാലുടൻ പാതി വഴിയിൽ ഉപേക്ഷിച്ച ഉറക്കത്തെ തിരികെ വിളിച്ച് ആ തണുപ്പത്ത് ഒന്നുകൂടെ ചുരുണ്ടുകൂടും. അപ്പോഴും അവിടെവിടെയായി പടക്കങ്ങൾ മുഴങ്ങും, ക്രിസ്മസ് രാത്രിയുടെ തുടർച്ചയെന്ന വണ്ണം.